It is known that the power radiated per unit area in any direction is given by the Poynting vector. Poynting vector power radiated per unit area is given by the Poynting vector. So P is equal to Poynting vector P is equal to E cross H. P is equal to E cross H. Then unit E nu പറയുന്നത് യൂണിറ്റ് എന്താണ് വോൾട്സ് പെർ മീറ്റർ ആണ് ആൻഡ് എച്ചിൻ്റെയും ആംപിയർ പെർ മീറ്റർ ഓക്കെ ആംപിയർ പെർ മീറ്റർ സോ ദിസ് വിൽ ബിക്കംസ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് ആവും ഓക്കെ ഇപ്പം യൂണിറ്റ് പി എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടർ അതിൻ്റെ യൂണിറ്റ് എന്താണ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആകും പി എന്ന് പറയുന്നത് ഇ ക്രോസ് എച്ച് ആണ് ദാറ്റ് ഇസ് വോൾട്സ് പെർ മീറ്റർ ഇൻറ്റു ആംപിയർ പെർ മീറ്റർ ദെൻ ഇ എന്ന് പറയുന്നത് എന്താ ഇ ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് വോൾട്സ് പെർ മീറ്റർ ആൻഡ് എച്ച് ഇസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ആംപിയേഴ്സ് പെർ മീറ്റർ ആൻഡ് പി ഈസ് ദി ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ ഇൻ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ഓക്കെ. Then here E cross H is a vector product and the mutually perpendicular components E and H contribute anything to the power flow and the direction of the flow is normal to the plane containing E and H. Okay, E cross H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പണൻസ് ആയിരിക്കും ഏത് ഇയും ആൻഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ് ഓർത്തോഗണൽ ആണ് അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് that is E and H contribute anything to the power flow and the direction of the flow is normal to the plane containing E and H. Okay, direction of power flow എന്ന് പറയുന്നത് will be normal to the plane containing E and H. Eയും Hഉം that are mutually perpendicular to each other and power flow എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും will be perpendicular to the plane containing both E and H. Okay, but when E and H are changing with time then average Poynting vector. Okay, ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു പി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ. സോ നമുക്ക് ഇനി പവർ വേരി ചെയ്യുവാണ് വിത്ത് ടൈമിനനുസരിച്ച് പവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയാൻ സാധിക്കും ഇല്ല. ദെൻ ഇറ്റ് വിൽ ബിക്കംസ് വാട്ട് ആവറേജ് പോയിന്റിംഗ് വെക്ടർ അല്ലേ. ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ പവർ വിത്ത് ടൈം പവർ ഫ്ലോ വിത്ത് ടൈം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ദെൻ വി ക്യാൻ സേ ഇറ്റ് ആസ് നമുക്ക് അതിനെ എന്തെന്നാ പറയാൻ പറ്റുള്ളൂ ആവറേജ് പോയിന്റിംഗ് വെക്ടറിൻ്റെ ടേംസിലാണ് പവർ ഫ്ലോ പറയാൻ പറ്റുള്ളൂ ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ പി. ഓക്കെ, പിക്ക് പകരം പി വിൽ ലീഡ്സ് എന്താകും പി എന്ന് പറയുന്നത് നമ്മളടുത്ത പി ആവറേജിൻ്റെ ടേംസിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ഓർഡർ ടു ഫൈൻഡ് പി ആവറേജ് കോംപ്ലക്സ് നൊട്ടേഷൻ ഹാസ് ടു ബി ഫോളോഡ്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നതും എച്ച് എന്ന് പറയുന്നതും എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ ആൻഡ് പി ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് പോയിന്റിംഗ് വെക്ടർ ആണ്. സോ ആവറേജ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കോംപ്ലക്സ് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോംപ്ലക്സ് നൊട്ടേഷൻ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് പോയിന്റിംഗ് വെക്ടർ കോംപ്ലക്സ് ടേംസിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് പി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം കോംപ്ലക്സ് ഫോമിൽ പോയിന്റിംഗ് വെക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ കോംപ്ലക്സ് ഫോം ആസ് ഹാഫ് ഇൻറ്റു ഇങ്ങനെ എഴുതാം ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് അല്ലേ. ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് എന്ന് എഴുതാൻ സാധിക്കും. ഇ ആൻഡ് എച്ച് ബോൾഡായിട്ട് കാണിക്കുന്ന ലെറ്റേഴ്സ് എങ്ങനെ ബോൾഡായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വെക്ടർ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ ക്രോസ് എച്ച്. ദെൻ W is equal to എന്താണ് W is equal to എന്തെന്ന് എഴുതാൻ സാധിക്കും ഹാഫ് ഇൻറ്റു വി ഐ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഹാഫ് വി ഐ. ഓക്കെ, പി ഡിവൈഡഡ് ബൈ 2 W will be equal to ഹാഫ് വി ഐ. അതായത് ഹാഫ് ഇ ക്രോസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ നമുക്ക് പി ഇസ് ഈക്വൽ ടു ഹാഫ് ഇ ക്രോസ് എച്ച്. ശരിക്കും പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് പവർ എന്തായിരുന്നു ഇ ക്രോസ് എച്ച് ആണ്. അതിൻ്റെ കോംപ്ലക്സ് ഫോമിലോട്ട് ആക്കുമ്പോൾ എന്താകും ഹാഫ് ഇൻറ്റു ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് എന്നാകും. ഓക്കെ, ദെൻ
സോ E എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ E എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. E is equal to AE. AE എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ along the direction of electric field. Then E naught എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. then e raised to j omega t. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചായിരുന്നു. H naught എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് H ആണ്. ആൻഡ് H സ്റ്റാർ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് H, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? H naught e raised to j omega t. കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുമ്പോൾ മൈനസ് ജെ ഒമേഗ ടി വരും അല്ലേ? മൈനസ് ജെ ഒമേഗ ടി മൈനസ് ഡെൽറ്റ എന്ന് വരും. വേർ എ ആൻഡ് എച്ച് ആർ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇ ആൻഡ് എച്ച് റെസ്പെക്റ്റീവ്ലി. ഓൾസോ ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന എയും എച്ചും എന്താണെന്ന്? എ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആൻഡ് H is the unit vector along the magnetic field. Then സോ ഇവിടെ H ഒമേഗ ടി മൈനസ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരുന്നുണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ അവിടെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഫൈ എന്ന് പറയുന്ന ഒരു ഫേസ് ഡിഫറൻസ് അല്ലേ? ഒരു ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫൈ എന്ന് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. സോ ഇവിടെ ഫൈ എന്ന് പറയുന്നത് എന്തായി? 5 ടേംസ് ഡെൽറ്റ ആയി. ഓക്കെ, ഡെൽറ്റ. അപ്പൊ നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എച്ച്. ഓക്കെ, ഡെൽറ്റ ഈസ് ദി ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എച്ച്. ഓക്കെ, ദെൻ സോ ഹിയർ നമുക്ക് എച്ച് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് നോട്ട് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി മൈനസ് ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് വിൽ ബി ഈക്വൽ ടു എച്ച് നോട്ട് ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഡെൽറ്റ ആയിരിക്കും അല്ലേ? മൈനസ് ജെ എന്നുള്ളത് എന്താ? പ്ലസ് ആകും. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസ് ആയിരുന്നത് മൈനസ് ആകും. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഡെൽറ്റ എന്ന് പറയുന്ന ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എച്ച്. നൗ വി ആർ ഇൻ പൊസിഷൻ ടു ഗീവ് ആവറേജ് ബോണ്ടിങ് വെക്റ്റർ പി ആവറേജ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്റർ ഹാഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് ആയിരുന്നു. അതിനകത്ത് ഇ എന്താണെന്ന് കിട്ടി, എച്ച് എന്താണെന്ന് കിട്ടി, എച്ച് കോൺജുഗേറ്റ് എന്താണെന്ന് കിട്ടി. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ആവറേജ്. പി ആവറേജ് വിൽ ബി ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ എന്താ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ പി ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്റർ ആണ് പി ആവറേജ്. ആവറേജ് ബോണ്ടിങ് വെക്റ്റർ ഈസ് ഗിവൺ ബൈ ദ റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്റർ. സോ പി ആവറേജ് വിൽ ബി ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് പി കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്ററിന്റെ റിയൽ പാർട്ടാണ് ആവറേജ് ബോണ്ടിങ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബിക്കംസ് പി ആവറേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഓഫ് എന്ത് വരും? ഹാഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് അല്ലേ? ഹാഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റിന്റെ റിയൽ ടേം വരും. സോ ഹാഫ് വെളിയിലേക്ക് എടുത്ത് എന്ത് വരും? റിയൽ ഓഫ് എന്ത് വരും? ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ്. ഓക്കെ, ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ്, ഹാഫ് റിയൽ ഓഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് വാട്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ പി ആവറേജ് ബോണ്ടിങ് വെക്റ്റർ വിൽ ബി റിയൽ പാർട്ട് ഓഫ് പി കോംപ്ലക്സ് ബോണ്ടിങ് വെക്റ്ററിന്റെ റിയൽ പാർട്ടായിരിക്കും ആവറേജ് ബോണ്ടിങ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ പി ആവറേജ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ് വാട്സ് എന്ന് കിട്ടും. ദെൻ ഇൻ ദിസ് ഇ ആൻഡ് എച്ച് ആർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇയും എച്ചും വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇഫ് ആർ എം എസ് വാല്യൂസ് ആർ ടേക്കൺ ദെൻ ദ ടേം ഹാഫ് വിൽ ബി ഒമിറ്റഡ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ആർ എം എസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയുടെയും എച്ചിന്റെയും ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ആണ്. സോ നമ്മൾ ആർ എം എസ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഹാഫ് ഒമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾട്ടർനേറ്റീവ്ലി പി ആവറേജ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ബൈ ഇന്റഗ്രേറ്റിംഗ് ദ ഇൻസ്റ്റന്റേനിയസ് ബോണ്ടിങ് വെക്റ്റർ ഓവർ 1 പീരീഡ് ആൻഡ് ഡിവൈഡിംഗ് ദ സെയിം ബൈ 1 പീരീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി പി ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം?
സോ നമുക്ക് RMS വാല്യൂ എടുക്കണമെങ്കിൽ ഹാഫ് ഒമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇയുടെയും എച്ചിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ആണ്. സോ RMS വാല്യൂ എടുക്കണമെങ്കിൽ ഹാഫ് ഒമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇവിടെ പറയുന്നത് എന്താ, ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് പി ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് പോണ്ടിങ് മെറ്റർ, അതായത് ഈ പീനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് പോണ്ടിങ് മെറ്റർ, ഈ പീനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഓവർ 1 പീരീഡ്. ഒരു പീരീഡിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ആൻഡ് divided the same by 1 period. ഓക്കെ, അപ്പോൾ ഒരു പീരീഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് നോൺ ഫോർ റേഡിയേഷൻ ഫീൽഡ് ദാറ്റ് ഇ ആൻഡ് എച്ച് ആർ ഓർത്തോഗണൽ ഇൻ എ പ്ലെയിൻ നോർമൽ ടു റേഡിയസ് വെക്റ്റർ ആൻഡ് ഫോർ ദിസ് കേസ് നമുക്ക് ഇ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും, ഇയും എച്ച് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ഇൻ എ പ്ലെയിൻ നോർമൽ ടു റേഡിയസ് വെക്റ്റർ, റേഡിയസ് വെക്റ്ററിന് നോർമൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ, റേഡിയസ് വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ ഇയും എച്ചും എങ്ങനെയായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് റേഡിയേഷൻ ഫീൽഡിൻ്റെ കേസിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ്, 120 പൈ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇ വിൽ ബി ഈക്വൽ ടു 120 പൈ എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 120 പൈ എന്ന് പറയുന്നത് എന്താണ്, നത്തിങ് ബട്ട് ഈറ്റ നോട്ട് അല്ലേ, ഈറ്റ നോട്ട് ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഓഫ് ദി ഫ്രീ സ്പേസ്. Intrinsic impedance of the free space is represented as 120. Is the value of intrinsic impedance of free space is 120 pi അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ I will write it. Eta naught is the intrinsic impedance. Intrinsic impedance of the free space ആണ് eta naught and its value is 120 pi or 377 ohms എന്ന് നമ്മൾ പഠിച്ചാണ്. സോ ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു 120 പൈ എച്ച് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്, ഈറ്റ നോട്ട് ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഈറ്റ നോട്ട് ഇൻറ്റു എച്ച്. ഓക്കെ, ഈറ്റ നോട്ട് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദെൻ ദസ് പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ ക്യാൻ ബി റിട്ടൺ ആസ്, അപ്പോൾ പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പി ഈസ് ഈക്വൽ ടു ഇ എച്ച് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പി വിൽ ബി ഈക്വൽ ടു ഇ എച്ച് ആൻഡ് സോ ഇ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രം ഹിയർ നമുക്ക് H will be is equal to E divided by eta naught ആണ്. So here it comes എന്താണ്, P is equal to EH, that is equal to E into E divided by eta naught വരും. That is E square divided by eta naught എന്ന് വരും. ഓക്കെ, E square divided by eta naught. അപ്പോൾ പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് is equal to P, that is represented as P and it is equal to E square divided by eta naught. Okay, it is equal to എന്താണ്, E square divided by eta naught watts per meter square ആണ്. Okay, power flow per unit area that is represented as P, that will be equal to EH, that is E divided by, from here H is equal to E divided by eta naught ആണ്. So E into E divided by eta naught, then that is equal to എന്താണ്, P is equal to E square divided by eta naught watts per meter square എന്ന് കിട്ടും. Then പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും, വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ വരും. ദെൻ ഇവിടെ നമ്മൾ ആവറേജ് പോയിന്റിങ് വെക്റ്ററിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, വാട്ട്സ് ആയിരുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് പോയിന്റിങ് വെക്റ്റർ ആണെങ്കിലോ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഒക്കെ യൂണിറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ദെൻ ഇൻ ദ ഫാർ ഫീൽഡ് പോയിന്റിങ് വെക്റ്റർ ഈസ് എൻറ്റയർലി റേഡിയൽ. ഓക്കെ, ഫാർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്, ഇപ്പം ഫാർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റിന, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിൻ്റെ അടുത്ത് വരുന്ന റീജിയൻസ് ആണ് നിയർ ഫീൽഡ് എന്ന് പറയുന്നത്, ആൻഡ് ഡിസ്റ്റൻറ്റ് റീജിയൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാർ ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഫാർ ഫീൽഡിൽ പോയിന്റിങ് വെക്റ്റർ എന്ന് പറയുന്നത് എൻറ്റയർലി എങ്ങനെയായിരിക്കും, റേഡിയൽ ആയിരിക്കും. ഓക്കെ, ഫാർ ഫീൽഡിൽ പോയിന്റിങ് വെക്റ്റർ വിൽ ബി എൻറ്റയർലി റേഡിയൽ, ദാറ്റ് ഈസ് പി വിൽ ബി ഈക്വൽ ടു മോഡ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും, മോഡ് പി വിൽ ബി പി ആർ ആയിരിക്കും. റേഡിയൽ കമ്പണൻസ് മാത്രമായിരിക്കും ഉള്ളൂ. ഓക്കെ, സോ എന്തോരം ഫീൽഡ്സ് ആർ എൻറ്റയർലി ട്രാൻസ്വേഴ്സ് ആൻഡ് ഇ ആൻഡ് എച്ച് ആർ വേരിങ് ആസ് 1/r സോ ദാറ്റ് ദി റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് റേഡിയൽ കമ്പോണൻറ്റ് മാത്രമായിരിക്കും വരുള്ളൂ. പി ആർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റയർലി എന്തായിരിക്കും? ട്രാൻസ്വേഴ്സ് ആയിരിക്കും. ആൻഡ് ഇയും എച്ചും വേരി ചെയ്യുന്നത് അക്കോർഡിംഗ് ടു 1/r ആയിരിക്കും. സോ ദാറ്റ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫാർ ഫീൽഡിൽ നമ്മുടെ പോയിന്റിംഗ് വെക്റ്റർ റേഡിയൽ കമ്പോണൻസ് മാത്രമായിരിക്കും ഉള്ളത്. സോ നമ്മുടെ ഇ ആൻഡ് എച്ച് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു 1/r ആയിരിക്കും. ആൻഡ് ഫീൽഡ് വിൽ ബി എൻ്റയർലി എങ്ങനെയായിരിക്കും? ട്രാൻസ്വേഴ്സ് ഫീൽഡ്സ് ആയിരിക്കും. ആൻഡ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിസ്റ്റൻസ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡിസ്റ്റൻസ് ആയിരിക്കും, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഇൻസ്റ്റെഡ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ആംഗിൾ തീറ്റ ആൻഡ് ഫൈ. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദി ആൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആംഗിൾ തീറ്റേനെയും ഫൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദെയർഫോർ ദ റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് പോയിന്റിംഗ് വെക്റ്റർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓഫ് ദി ഫാർ ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് പോയിന്റിംഗ് വെക്റ്റർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡും ആവറേജും പോയിന്റിംഗ് വെക്റ്ററും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റ് എ പോയിന്റ് ഓഫ് ദി ഫാർ ഫീൽഡിലെ ഒരു പോയിന്റിൽ എന്ത് ആറ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സോ പി ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? പി ആർ വിൽ ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ്? ഇ സ്ക്വയർ ബൈ ഈറ്റ നോട്ട് ആണ് പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ നമ്മൾ പറഞ്ഞത്. സോ നമ്മുടെ പോയിന്റിംഗ് വെക്റ്റർ വരുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഇ ക്രോസ് എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ഇ ക്രോസ് എച്ച്, ഇ എച്ച്. സോ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു ഇ സ്ക്വയർ ബൈ ഈറ്റ നോട്ട്. ദെൻ ഇ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ ആയിരിക്കും. ഓക്കെ, ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ. ഓക്കെ, അതാണ് തീറ്റ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ പി ആർ വിൽ ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ സ്ക്വയർ തീറ്റ ഫൈ ഡിവൈഡഡ് ബൈ ഈറ്റ നോട്ട്. സോ പി ആർ എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡ്സ് അപ്പോൺ തീറ്റ ആൻഡ് ഫൈ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആൻറ്റിനയിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ പി ആർ വിൽ ബി ഇസ് ഈക്വൽ ടു റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് പോയിന്റിംഗ് വെക്റ്റർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് at a far field is given by PR will be equal to എന്താണ്? 1/2 E naught theta phi divided by eta naught. Then if now the magnitude of pointing vector PR is multiplied by the square of radius r at which radiation intensity is measured, then we get the power per unit solid angle, the radiation intensity. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പവർ ആവറേജ് ഈ പോയിന്റിംഗ് വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആർ ഡിസ്റ്റൻസിനെ റേഡിയസിൻ്റെ സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സ്ക്വയർ ഓഫ് റേഡിയസ് ആർ അറ്റ് വിച്ച് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ്. ഓക്കെ, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എവിടെയാണോ മെഷർ ചെയ്യുന്നത് ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പോയിന്റിംഗ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തതിന് ശേഷം ആ പോയിന്റിംഗ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തതിന് ശേഷം ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ, ദാറ്റ് ഈസ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് വിൽ ബി എന്തായിരിക്കും? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ആയിരിക്കും. സോ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് എന്താണ്? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫൈ ഓഫ് എന്താണ്? തീറ്റ ഫൈ. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിളാണ് കേട്ടോ. ദെൻ ദിസ് ഈസ് ദി ആംഗിൾ, ഇത് ആംഗിളാണ്. ആൻഡ് ദിസ് ഇസ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന സിമ്പിളാണ്. സോ ദിസ് രണ്ടും ഒരേ സിമ്പിൾ തന്നെയാണ്. ഫൈ ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് ആംഗിളാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? പി ആർ ഇൻറ്റു എന്താ പറഞ്ഞ് മൾട്ടിപ്ലൈ ബൈ ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. സോ പി ആർ ഇൻറ്റു ആർ സ്ക്വയർ വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഫൈ ദാറ്റ് ഈസ് ഫൈ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. സോ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫൈ വിൽ ബി ഈക്വൽ ടു എന്താണ്? പി ആർ ഡോട്ട് ആർ സ്ക്വയർ. ഓക്കെ, പി ആർ ആർ സ്ക്വയർ ആണ് എന്ന് പറയുന്നത് ഫൈ. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫൈ വിൽ ബി ഈക്വൽ ടു പി ആർ ഡോട്ട് ആർ സ്ക്വയർ. ദെൻ ഓർ നമുക്ക് പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
എ സ്ക്വയർ തീറ്റ 5 ഡിവൈഡഡ് ബൈ ഈറ്റ നോട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 റേഡിയേഷൻ ഇൻറ്റൻസിറ്റി 5 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി ആർ. പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആർ എ സ്ക്വയർ തീറ്റ 5 ഡിവൈഡഡ് ബൈ ഈറ്റ എന്ത് വരും? ആർ സ്ക്വയറിന് വരും. ഓക്കെ, ദിസ് ഈസ് ദി ആംഗിൾ ഫൈ. രണ്ടും കൺഫ്യൂഷൻ ആകരുത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് എന്താണ്? ഇത് നമ്മുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ സിമ്പിളാണ് ഫൈ. സോ ഫ്രം ഇക്വേഷൻ 6.16bയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഫൈ ഈസ് ഈക്വൽ ടു ഹാഫ് എ സ്ക്വയർ തീറ്റ 5 ഡിവൈഡഡ് ബൈ ഈറ്റ നോട്ട് ആർ സ്ക്വയറിന് കിട്ടി. ദെൻ the total power radiated WR from a radiator is calculated from phi is equal to total power radiated. Total power radiated കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റഡ് ഫ്രം phi is equal to phi will be phi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിഫറൻഷ്യൽ പവർ ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ എലമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ അല്ലെ? ഡിഫറൻഷ്യൽ പവർ ഡിവൈഡഡ് ബൈ പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ് അല്ലെ? പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ് റേഡിയേഷൻ ഇന്റൻസിറ്റി. റേഡിയേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പവർ പെർ റേഡിയേഷൻ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. സോ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഹിയർ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ എലമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ പവർ ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ സ്മോൾ എലമെന്റിനെ മാത്രം എടുത്തിട്ട് അപ്പോൾ dWr ഡിവൈഡഡ് ബൈ എന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം? dWr ഡിഫറൻഷ്യൽ പവർ ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ സോളിഡ് ആംഗിൾ എലമെന്റ്. സോ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ സോ നമുക്ക് dWrനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ dWr will be equal to 5 into d rho. ഓക്കെ, 5d rho എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പവർ റേഡിയേറ്റഡ് WR കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ dWr കിട്ടി. അതിനകത്ത് നിന്ന് WR കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ സോ WR will be equal to എന്തായിരിക്കും? WR will be equal to integral dWr that is equal to എന്ത് വരും? integral d rho dot phi എന്ന് വരും. d rho dot phi ന് നമുക്ക് റെപ്രസെൻറ്റ് dWr എന്ന് പറഞ്ഞാൽ 5d rho ആണ്. സോ ദിസ് വിൽ ബി equal to integral d rho dot phi that is എന്ത് വരും? WR is equal to, we can represent WR is equal to 5d rho watts എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, WR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ 5d rho എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ സോ ടോട്ടൽ പവർ റേഡിയേറ്റഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ച് കാരണം പറയുന്ന ടേംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ ഫെമിലിയർ അല്ലാത്ത കുറേ ടേംസ് നമ്മൾ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ചിലപ്പോൾ നമുക്ക് എന്താ ഡെറിവേഷൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. സോ അത് ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ സോ നമ്മൾ ഡെറിവേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പോയിന്റിംഗ് വെക്ടർ പി എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് ആണ്. ദെൻ അതിനകത്ത് നമ്മൾ കോംപ്ലക്സ് പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിച്ചു. പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ്. ദെൻ അതിനകത്ത് ഇ എന്ന് പറയുന്നത് എന്താണ്, എച്ച് എന്ന് പറയുന്നത് എന്താണ്, എച്ച് കോൺജുഗേറ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ എഴുതി. ദെൻ അതിനുശേഷം പി ആവറേജ് കണ്ടുപിടിച്ചു. പി ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് ഓഫ് പി കോംപ്ലക്സ്. ഓക്കെ, കോംപ്ലക്സ് പോയിന്റിംഗ് വെക്ടറിന്റെ റിയൽ പാർട്ടാണ്. അതെന്താ? ഹാഫ് റിയൽ ഓഫ് ഇ ക്രോസ് എച്ച് കോൺജുഗേറ്റ്. ദെൻ നമ്മൾ ഇ എന്ന് പറയുന്നത് 120 പൈ ഈറ്റാ നോട്ട് എച്ച് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പി വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഹാഫ് വാല്യൂ ഒമിറ്റ് ചെയ്യാം. ഹാഫ് ഒമിറ്റ് ചെയ്തിട്ട് ഇ എച്ച് എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ ഇ ഇൻറ്റു എന്ത് വരും? ഇ ഡിവൈഡഡ് ബൈ ഈറ്റാ നോട്ട്. സോ ഈറ്റാ നോട്ട് ഡിവൈഡഡ് ബൈ ഈറ്റാ സ്ക്വയർ ഇ സ്ക്വയർ ബൈ ഈറ്റാ നോട്ട് എന്ന് കിട്ടും. അതായത് പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു?
ഫാർ ഫീൽഡിൽ എങ്ങനെയായിരിക്കും റേഡിയൽ കമ്പണൻറ്റ് മാത്രമായിരിക്കും ഉള്ളത് പോയിന്റിംഗ് വെക്ടറിൻ്റെ. സോ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് PR is equal to half E square theta phi divided by eta naught എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് വിൽ ബി PR ഇൻറ്റു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ആയിരിക്കും. സോ PR ഇൻറ്റു R സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫൈ എന്ന് പറയുന്നത്. സോ ഫൈ വിൽ ബി ഈക്വൽ ടു PR ഇൻറ്റു R സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ് PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു ഹാഫ് ഇൻറ്റു E സ്ക്വയർ തീറ്റ ഫൈ ഡിവൈഡഡ് ബൈ ഈറ്റ നോട്ട് ഇൻറ്റു R സ്ക്വയർ നീട്ടി. ദെൻ അടുത്ത നമ്മൾ പറയുന്ന ടേം എന്താണ് റേഡിയേറ്റഡ് പവർ, ടോട്ടൽ പവർ റേഡിയേറ്റഡ് WR ആറും നമ്മുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്കിങ്ങനെ എഴുതാം. ഫൈ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പവർ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. സോ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് എടുക്കുന്നതുകൊണ്ട് ഡിഫറൻഷ്യൽ പവർ ഡിവൈഡഡ് ബൈ ഡിഫറൻഷ്യൽ എലമെന്റ് ഓഫ് സോളിഡ് ആംഗിൾ ദാറ്റ് ഈസ് DWR ഡിവൈഡഡ് ബൈ D rho എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നമുക്ക് DWRനെ ഇതിനകത്ത് നിന്ന് എന്ത് എഴുതാം ഫൈ ഇൻറ്റു D rho എന്ന് എഴുതാനായിട്ട് സാധിക്കും. ദെൻ നമ്മൾ DWR കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പവർ റേഡിയേറ്റഡ് ആണ്. ദാറ്റ് ഈസ് WR ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻ്റഗ്രേറ്റ് ചെയ്തു DWRനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ WR ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി ഇൻ്റഗ്രൽ DWR ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 5D rho വാട്ട്സ് എന്ന് നമുക്ക് കിട്ടി. സോ നമ്മുടെ ടോട്ടൽ പവർ റേഡിയേറ്റഡ് അതിൻ്റെ യൂണിറ്റ് എന്താണ് വാട്ട്സ്. ദെൻ ഇനി നമ്മൾ എന്താ പറയുന്നത് ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിന് സോളിഡ് ആംഗിൾ ടോട്ടൽ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് 4π സ്റ്റെറേഡിയൻസ് ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ. 4π സ്റ്റെറേഡിയൻസ് ആണ്. സോ നമ്മുടെ D റോയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് WR വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 5D ഈക്വൽ ടു 5 എന്താണ് D റോയ്ക്ക് പകരം 4π സ്റ്റെറേഡിയൻസ് ആണെന്ന് പറഞ്ഞു. 4π ദാറ്റ് ഈസ് 4π ഇൻ്റഗ്രൽ 5 ഓക്കെ 4π ഇൻ്റഗ്രൽ 5 വാട്ട്സ് എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 4π ഇൻറ്റു ഇൻ്റഗ്രൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം 5 ആവറേജ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 5 ആവറേജ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും സോ എന്താണ് ഇൻ്റഗ്രൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആവറേജ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സോ WR ഈസ് ഈക്വൽ ടു എന്താണ് 4π ഇൻറ്റു 5 ആവറേജ് ആണ്. സോ 5 ആവറേജ് ഈസ് ഈക്വൽ ടു എന്താണ് WR ഡിവൈഡഡ് ബൈ സോ ഫ്രം ദിസ് റിലേഷൻ 5 ആവറേജ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും WR ഡിവൈഡഡ് ബൈ 4π എന്ന് കിട്ടും. WR ഡിവൈഡഡ് ബൈ 4π വാട്ട്സ് പെർ സ്റ്റെറേഡിയൻസ് എന്ന് കിട്ടും. 4π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റെറേഡിയൻ ആണ്. സോ ദിസ് വിൽ ബി യൂണിറ്റ് എന്തായിരിക്കും വാട്ട്സ് പെർ സ്റ്റെറേഡിയൻസ്. സ്റ്റെറേഡിയൻ്റെ റെപ്രസെൻറ്റേഷൻ SR ഓക്കെ SR ആണ്. സോ വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 5 ആവറേജ് ഇസ് ഈക്വൽ ടു WR ഡിവൈഡഡ് ബൈ 4π വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ എന്ന് കിട്ടും. ദെൻ 5 ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഐസോട്രോപിക് റേഡിയേറ്റർ റേഡിയേറ്റിംഗ് ദി സെയിം ടോട്ടൽ പവർ WR ഓക്കെ 5 ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഐസോട്രോപിക് റേഡിയേറ്റർ. ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയാണ് എന്തെന്ന് പറയുന്നത് 5 ആവറേജ് റേഡിയേറ്റിംഗ് ദ സെയിം ടോട്ടൽ പവർ റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള റേഡിയേഷൻ പവർ ഇൻറ്റൻസിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റീനെയാണ് 5 ആവറേജ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. Okay, 5 average is the radiation intensity produced by an isotropic radiator radiating the same total power. Okay, then since radiation intensity phi depends upon the angle theta and phi, therefore it can be represented in any form as phi is equal to phi m sin theta അല്ലെങ്കിൽ phi is equal to phi m dot cos theta then phi is equal to phi a f of theta. കാരണം എന്താണ് ഇവിടെ നമുക്ക് phi എന്ന് പറയുന്ന റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇങ്ങനെ തീറ്റയുടെയും ഫൈയുടെയും ടേംസിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. phi is equal to phi a f of theta, phi എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.